ഹായ് ഫ്രണ്ട്സ്, ഇന്ന് യാത്ര പോകുന്നത് എറണാകുളത്തേക്കാണ്. കുറച്ച് ആവശ്യങ്ങൾക്കായി എറണാകുളം വരെ പോവുകയാണ്. ട്രെയിനിലാണ് പോകുന്നത്. കോട്ടയം വഴിയുള്ള ട്രെയിനാണ്. പോകുന്ന വഴി വളരെ മനോഹരമായ ഒരുപാട് കാഴ്ചകളുണ്ട്. എന്നിട്ട് എറണാകുളത്തെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് ജസ്റ്റ് വാട്ടർ മെട്രോയിൽ കയറാൻ വേണ്ടി ഞങ്ങൾ വാട്ടർ മെട്രോ സ്റ്റാൻഡിലെത്തി. വളരെ പ്രീമിയം ലുക്കിലാണ് അവിടെ ഓരോ വർക്കും ചെയ്തിരിക്കുന്നത്. ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ ആണ്. നോ പൊല്യൂഷൻ, അതാണ് ഈ വാട്ടർ മെട്രോയുടെ ഏറ്റവും വലിയ പ്രത്യേകത. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവിടെ ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഡിജിറ്റൽ ടിക്കറ്റുമുണ്ട്, ക്യാഷ് പേയ്മെൻറ്റുമുണ്ട്. രണ്ടിനും പ്രത്യേകം കൗണ്ടറാണ്. അതുപോലെ തന്നെ സെക്യൂരിറ്റി സിസ്റ്റം എല്ലാം അതിഗംഭീരമാണ്. ഒരു പ്രീമിയം ലുക്കിൽ തന്നെയാണ് ഓരോ ഏരിയയും അവിടെ അവർ കവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ജ്യൂസ് ബോക്സ് കൗണ്ടറുകൾ, പിന്നെ ഐസ്ക്രീം കൗണ്ടറുകൾ, അങ്ങനെ എല്ലാമുണ്ട്. ഒരു പ്രീമിയം ലെവൽ തന്നെയാണ് ഓരോ കാര്യങ്ങളും അവിടെ ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ചകളാണ് കയറി ചെല്ലുമ്പോൾ തന്നെ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലേക്കാണ് പോകാൻ ടിക്കറ്റ് എടുത്തത്. 50 രൂപയാണ് ഫോർട്ട് കൊച്ചിയിലേക്ക് ടിക്കറ്റ് റേറ്റ്. ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് റേറ്റ് 20 രൂപയ്ക്കും ടിക്കറ്റ് സ്റ്റാർട്ടിങ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അതിനെക്കുറിച്ച് തിരക്കിയില്ല കൂടുതലായിട്ട്. അങ്ങനെ മെട്രോയിലേക്ക് നല്ല ക്യൂ ആയിരുന്നു. സൺഡേ ആയിട്ടാകാം, നല്ല ക്യൂ ആയിരുന്നു. ഞങ്ങൾ 3ാമത്തെ സെക്ഷനിലാണ് ഞങ്ങൾക്ക് കയറാൻ പറ്റിയത്. മെട്രോയുടെ കപ്പാസിറ്റി വരുന്നത് 96 ആണ്. അതിനകത്ത് 50ക്ക് അടുത്ത് സിറ്റിംഗ് ഉള്ളു. ബാക്കിയുള്ളവർ നിൽക്കുക തന്നെ വേണം. കുറച്ചും കൂടെ സീറ്റിംഗ് കപ്പാസിറ്റി കൂട്ടാമെന്ന് തോന്നിയിരുന്നു. കയറി ചെല്ലുന്നിടവും എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. പ്രകൃതിയുമായിട്ട് വളരെ ഇണങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ആ മെട്രോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തന്നെ പ്രീമിയം ലുക്ക് തന്നെയാണ് ആ മെട്രോ ബോട്ട് കാണാൻ തന്നെ. പ്രത്യേക ഒരു ഭംഗിയാണ്. വിദേശ രാജ്യങ്ങൾ പോലും ഇത്രയും നല്ല ഒരു സർവീസ് ഞാൻ കണ്ടിട്ടില്ല. ഫുൾ എയർ കണ്ടീഷനാണ് മെട്രോ. കയറുമ്പോൾ തന്നെ ചുറ്റും ഗ്ലാസ്സാണ്. അതിനാൽ തന്നെ നമുക്ക് പുറം കാഴ്ചകളെല്ലാം വളരെ മനോഹരമായി കാണാൻ സാധിക്കും. അതിമികച്ച ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു മെട്രോയിലേക്കുള്ള യാത്ര. എറണാകുളത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ നമുക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഷിപ്പ്, ഒരുപാട് ഷിപ്പിനെയൊക്കെ കണ്ടു. കണ്ടെയ്നർ ഷിപ്പുകളും അതുപോലെ തന്നെ ഫ്ലാറ്റുകൾ. എറണാകുളത്തിന് ആ ടൗണും പ്രകൃതിയും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഭംഗി അത് നമുക്ക് കാണാൻ ഈ വാട്ടർ മെട്രോയിലൂടെ യാത്രയിലൂടെ സാധിച്ചു. എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. അത്രയും മനോഹരമായിട്ടാണ് അവർ ഓരോ ഏരിയയും കവർ ചെയ്തിരിക്കുന്നത്. വളരെ വൃത്തിയാണ്, ക്ലീൻ ആൻഡ് നീറ്റ് എന്ന് തന്നെ പറയാം. ഓരോ ഏരിയയും നമുക്ക് വളരെ അഭിമാനം തോന്നും. ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം കാണുമ്പോൾ. പുറം കാഴ്ചകളും അതിമനോഹരമാണ്. ഷിപ്പ് യാർഡും എല്ലാം കണ്ട് ഷിപ്പിൻ്റെയൊക്കെ അടുത്തുകൂടെ പോകാം. ഈ വാട്ടർ മെട്രോ ഇത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. വളരെ ഉൾക്കാഴ്ചയുള്ളൊരു സിസ്റ്റം തന്നെയായിരുന്നു ഇത്. വിദേശികളായാലും സ്വദേശികളായാലും ഇത് കണ്ടല്ലൊരു പ്രീമിയം ലുക്ക്. നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനം തന്നെയാണ് ഈ വാട്ടർ മെട്രോ. കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ വളരെ ആസ്വദിക്കാൻ പറ്റിയ രീതിയിലാണ് ഓരോ കാര്യങ്ങളും അതിനകത്തുള്ളത്. അതുപോലെ തന്നെ യാത്ര ചെയ്യാൻ മാർഗം സേഫ്റ്റിയാണ്, ഫുൾ സേഫ്റ്റിയാണ്. ബോട്ടിൻ്റെ ബാലൻസും അതിഗംഭീരമാണ്. കുലുക്കമോ മറ്റ് ശബ്ദങ്ങളോ, ഇത്രയും പൊല്യൂഷൻ ഇല്ലാത്തൊരു യാത്ര വളരെ മനോഹരമായിട്ടാണ് അതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ സേഫ്റ്റിയും നമുക്ക് അനുഭവപ്പെടും. ഇത്രയും സ്റ്റേബിളായിട്ട് പോകുന്ന ഒരു ബോട്ട് യാത്ര ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. നല്ല കാഴ്ചകളാണ് പുറത്തുള്ളത്. നമുക്ക് ഷിപ്പിനെയൊക്കെ വളരെ അടുത്ത് കാണാം. കാർഗോ ഷിപ്പും അല്ലാത്ത ഷിപ്പും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഷിപ്പ് യാർഡിലെ ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് നന്നായി തന്നെ കാണാൻ സാധിക്കും. 50 രൂപയ്ക്ക് നല്ല പ്രീമിയം യാത്ര. അങ്ങനെ തന്നെ ഈ മെട്രോ യാത്രയെ വിശേഷിപ്പിക്കേണ്ടി വരും. എറണാകുളത്തിന് ഒരു പൊൻതൂവൽ കൂടിയാണ് ഈ വാട്ടർ മെട്രോ. അങ്ങനെ ഞങ്ങൾ വാട്ടർ മെട്രോയുടെ യാത്ര ചെയ്ത് ഫോർട്ട് കൊച്ചിയിലേക്ക് എത്താറായി. ഇങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ ഞങ്ങൾ ഇറങ്ങുന്നത് നല്ല എക്സ്പീരിയൻസും നല്ല സേഫ്റ്റിയും. ഒരുപാട് ഉദ്യോഗസ്ഥർ ചീഞ്ഞ വല ഒക്കെ അതിൻ്റെ സൈഡിൽ കണ്ടു. പിന്നെ അതുപോലെ തന്നെ ഡിജിറ്റൽ ടിക്കറ്റിംഗ് ആണ്. കാർഡ് വെച്ചാണ് എൻട്രിയും എക്സിറ്റും. ഒരു മെട്രോ ട്രെയിനിൽ കയറുന്ന പോലെ തന്നെയാണ് മെട്രോ ബോട്ടിൽ അതിൻ്റെ ഓരോ സിസ്റ്റം. അത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഓരോ സ്ഥലങ്ങളും അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൊച്ചിയിൽ വരുന്നവർ തീർച്ചയായും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം.
ഞാനും ഇതിനായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോയതല്ല, ബട്ട് കൊച്ചി വരെ എത്തിയപ്പോൾ ജസ്റ്റ് ഒന്ന് കയറാം എന്നുള്ള രീതിയിൽ വന്നതാണ്. പക്ഷേ വളരെ നല്ലൊരു യാത്രയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി ഫോർട്ട് കൊച്ചിയിലേക്കാണ്. ഫോർട്ട് കൊച്ചി അറിയാമല്ലോ, ഒരുപാട് സ്ഥാപനങ്ങളും കടകളും നല്ലൊരു വൈബുള്ള സ്ഥലമാണ്.